എല്ലാവരും കാണണം ഗൈസ്. സ്വന്തം ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ബിരിയാണി കടിയാണെന്ന് കേട്ടപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ്റെ അതുകൊണ്ട് അത് ഉണങ്ങിയില്ല. നാറും വണ്ടി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തതാണ്. അപ്പോഴത്തേക്കോ വണ്ടിയിൽ ഞാൻ ഇന്ന് പോകണമെന്ന്. വണ്ടി കഴിവില്ല, പോവാൻ എന്തോ ഇങ്ങനെ ഉത്സാഹം അറിയാം. വണ്ടിയിൽ എണ്ണ അടിക്കാനുള്ള ധനം തന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് വണ്ടി ക്ലീൻ ചെയ്യാൻ അത് കഴുകാനുള്ള ധനം തന്നത് ഞാൻ. അടുത്ത വണ്ടി നമ്മള് പുതിയ വണ്ടി ഓണത്തെ വരുന്നതായിരിക്കും. എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് സർപ്രൈസ്. ഗേറ്റം തുറക്കണില്ലേ? ഞാൻ തുറന്നു കൊച്ചു പോയാണെങ്കിൽ ആരുമില്ല ഗൈസ്, അത്രേ ഉള്ളൂ. ഞാൻ മാത്രമുള്ള ബ്ലോഗ്. എൻ്റെ കുട്ടിയില്ല. ഉണ്ട് ഇവിടെ. അവൻ അകത്തോട്ട് ആക്കിയാലേ, അവൻ കണ്ടില്ലല്ലോ. പോകുകയാണ് ഗൈസ്. ബിരിയാണി തിന്നുമ്പോൾ എന്നെ ആലോചിക്കണം കേട്ടോ. ഇവൻ്റെ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ, പാവം കഞ്ഞി വെച്ച് കുടിക്കുകയാണെന്ന് കേട്ടാ. പക്ഷെ വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കണം, കല്ലമ്പലത്തുമ്പോൾ എന്നെ വിളിക്കണം. എനിക്ക് അരി വാങ്ങിക്കണം, ഞാൻ പറയാം. തിരിച്ചു വരുമ്പോൾ എനിക്ക് വല്ല വാങ്ങിച്ചോണ്ട് വരാൻ തോന്നുന്നെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവാ. എത്തണം ഇവിടെ എനിക്ക് സമയത്ത്. നമ്മുടെ വാഹനം ഊട്ടിക്കയറി കിടക്കുന്നുണ്ടാണ്. ഒന്നേ വരണം. നീ എവിടെ പോയിരുന്നു? പോക്കോണ്ട് മതി സ്നേഹം. പോ. വെയിൽ കുളിക്കണ്ടേ? നീ കുളിക്കണ്ടേ? ഓ, സ്നേഹിക്കണം. കുളിക്കണ്ടേ? വണ്ടി പോയണ്ട് അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ വാ, ഇവിടെ കയറുന്നില്ലേ? സ്നേഹിച്ചു തരാം. അവിടെ കയറുന്നില്ല. ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പം നമ്മളിങ്ങനെ സ്നേഹിച്ചു കൊടുക്കണം. ചെള്ളേടാ തലയിലിരിക്കണം. എന്താ ചെള്ളിരിക്കണ കണ്ണില്? പോ, കുളിപ്പിക്കണം ലിയോനെന്ന്. ഇല്ല ലിയോ, നീ ഇവിടെ ഇരുന്നോ. മതി സ്നേഹിച്ചത്. ഞാൻ ബൈക്കിൻ്റെ വണ്ടി കയറി നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ചെള്ളുണ്ട് നിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ചെള്ളിരിക്കണേണ്ടാ. ചെള്ളിൻ്റെ സോപ്പ് വാങ്ങിച്ചു നമ്മളിന്ന് കുളിക്കും. അയ്യോ മതി സ്നേഹിച്ചത്. മടിയടി വേണ്ട. കണ്ണിൻ്റെ അവിടെ തന്നെ ഇരിക്കുന്നു ഒരു ചെള്ള്. കുളിക്കാം കേട്ടാ. നമുക്ക് നല്ല വെയിലുണ്ട്. വെയിൽ അവിടെ കിടന്നു. തുടങ്ങി രാവിലെ തുടങ്ങി. എന്നിട്ട് നാണം ഉണ്ടാടാ ഇങ്ങനെ കിടന്ന് കാണിക്കാൻ. സന്തോഷം, ആരുമില്ലാത്ത സന്തോഷം. ലിയോയും ഞാനും മാത്രം അല്ലേ ലിയോ? നമ്മുടെ ലോകം. അവിടെ ഇരുന്നോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമുള്ള വീട് വ്ളോഗാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയി. ഒരാൾ കല്യാണത്തിൽ പോയി, ഒരാൾ അമ്മാമ്മരെ വീട്ടിൽ പോയി. ഇന്ന് ഞാൻ മാത്രമായിട്ട് എനിക്കൊന്ന് ഇവിടെ വന്ന ശേഷം ഞാനങ്ങ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല കേട്ടാ. എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണും. ഒന്നീ ധ്യാനവും കാണും. അപ്പോൾ ധ്യാനമില്ല. അപ്പോൾ എനിക്കിന്ന് കുളിക്കണം. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. തൂക്കണം, തുടയ്ക്കണം. ഒരാൾ കൂട്ടുകാരൻ്റെ അനിയൻ്റെ കല്യാണത്തിന് പോയി. ബിരിയാണി കല്യാണം കേൾക്കുമ്പോൾ അവർക്ക് മിസ് ചെയ്യാൻ തോന്നില്ല. അങ്ങനെ എല്ലാവരുടെ പോയി. ഓക്കെ, അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രണ്ടുപേരും ബ്രെഡ് കഴിച്ചേട്ടാ. അപ്പോൾ എനിക്കുള്ളവിടെ ഇരിക്കുന്നത് ഞാൻ കഴിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഞ്ഞി വയ്ക്കാം. ഞാൻ മാത്രമല്ല, നമ്മളെ പഴയ സ്കൂൾ ജീവിതത്തിലെ കഞ്ഞി വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി പയറൊക്കെ ഇട്ടിട്ടുള്ളൊരു കഞ്ഞി. അപ്പോൾ അത് വയ്ക്കണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വയലിൻ്റെ ക്ലാസ് ഉണ്ട്. ഇന്നലെ നമ്മൾ ക്ലാസ് സാറ് മാറ്റി. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്. 7 മണി തൊട്ട് 8 പറഞ്ഞത്. സാറ് 7 ആവും വരുമ്പം. അപ്പോൾ അത് കണക്കാക്കി പോകണം. ഇന്നലെ നമ്മൾ രാത്രിയല്ല 12 മണിയായപ്പോൾ പോയൊരു സംഭവം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അന്നപ്പോൾ 1 മണിയായി. അപ്പോൾ ശിവഗിരിയിലൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ 5 മണിയാകുമ്പോൾ ഇറങ്ങുമ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ധ്യാനിച്ച് വന്നിട്ട് ധ്യാനിച്ചിനെ കൊണ്ടൊരു ദിവസം ഇറങ്ങണം. ഇപ്പോഴൊക്കെ ആകുമ്പോൾ വണ്ടി അങ്ങോട്ട് വരും കേട്ടോ. ഇപ്പം തീർത്ഥാടന സമയം അങ്ങ് അടുത്ത് തുടങ്ങുമ്പോൾ വണ്ടിയൊന്നും എടുത്തില്ല. മേളിലോടേക്ക് നിർത്തിയിട്ടൊക്കെ പിന്നെ നടന്നു പോകേണ്ടി വരും. ഇപ്പോൾ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളിതിൽ 11 മണിയൊക്കെ പോയപ്പോൾ ഒരു കടകളൊക്കെ സ്റ്റാളൊക്കെ ചെറുതായിട്ട് തുടങ്ങി. പക്ഷേ എല്ലാമൊക്കെ അടച്ചു തുടങ്ങി. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി നമുക്കൊന്ന് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി ക്ലാസ്സും കഴിഞ്ഞിട്ട് എന്താ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, ഭയങ്കര ടെററാണെന്ന് പറയുന്നത്. വല്ല പോപ്കോണൊക്കെ തിന്ന് അവിടെ നിന്ന് ഉറങ്ങാനായിരിക്കും നല്ലത്. കണ്ണൊക്കെ അടച്ചിരുന്ന്. സത്യം എനിക്ക് രക്തമൊക്കെ പേടിയാണ് ഗൈസ്. രക്തം കണ്ട തല കറങ്ങുന്ന ക്യാരക്ടറാണ്. രക്തം
അങ്ങനെയല്ല, ഇപ്പം കുഴപ്പമില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ രക്തം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എനിക്ക് ബോധക്ഷയം വരും. ഇപ്പം എനിക്ക് എൻ്റെ ശരീരം നൊന്ത് രക്തം കാണും. എനിക്കിപ്പോൾ ചെറിയൊരു മുറിവ് വന്നു കഴിഞ്ഞാലും ഞാൻ ബോധം കെടും. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പണ്ട് പോലെ ഉണ്ട്. പണ്ട് ഞാൻ ആരെങ്കിലുമൊക്കെ മുറിവ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബോധക്ഷയം വരാറുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ട് കൊച്ചിൻ്റെ മുതൽ. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും ആരെങ്കിലുമൊക്കെ മുറിവോ അങ്ങനെ സ്ഥിരം എനിക്ക് തന്നെയായിരുന്നു. നമ്മുടെ കൂട്ടുകാരി കുഞ്ഞോളൂ. അപ്പോൾ അവളും ഞാനവിടെ സ്കൂളിൽ പഠിച്ചപ്പോൾ അവൾ പറയും ഇവർക്ക് എന്നും തന്നെ മറ്റേ നമ്മളെ വെയിലത്ത് നമ്മുടെ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ നീ തലയിറങ്ങണം, ഇവിടെ എന്നും തലയിറങ്ങി എടുത്തോണ്ട് പോകാനേ അവിടെ ആൾക്കാർക്ക് ചോദ്യമുള്ളതെന്ന് പറയും. അങ്ങനെ അവൾ ഇന്നലെ പറയുകയും ചെയ്തു. നമ്മളത് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ വേറെ ആരെങ്കിലും രക്തം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തലയിറക്കമായിരുന്നു. കാരണം വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ ആക്സിഡൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ ശരീരം മുറിയാനോ വേദനിക്കാനോ പാടില്ല. വേദനിച്ചാൽ ഞാൻ ബോധക്കേടും. അപ്പോൾ ശരി, വിശേഷങ്ങൾ വഴിയെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളുടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാം. ആഴ്ച ഒരു വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വീഡിയോ ആയിട്ടങ്ങ് ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഓൾ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്ന എൻ്റെ മീൻ അന്തിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണോ. അവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ ഇപ്പം ചാവും. കണ്ട ചെരിഞ്ഞ് പോകുന്നുണ്ട്. ഏകദേശം ഒരു 2 ആഴ്ച കൂടുതലായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഫുഡ് കഴിക്കത്തുമില്ല, ഫുഡൊക്കെ തിട്ടേക്കുന്നതെല്ലാം കിടക്കുന്നു, ഫുഡ് കഴിക്കുന്നുമില്ല. ഇപ്പം ചാവും, നാളെ ചാവും എന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെകളയിൽ ഇങ്ങനെ ശ്വാസം വലിക്കുന്നു. ചത്താലെല്ലാം എടുത്ത് കളയാൻ പറ്റുള്ളൂ, അല്ലാതെ കളയാൻ ഒരു മനസ്സും വരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് പെട്ടെന്ന് മേളിൽ വന്ന് ശ്വാസം എടുത്തിട്ട് തിരിച്ചു പോകും കേട്ടോ. വല്ലാത്തൊരു കാഴ്ചയാണത്. ഫൈറ്ററിൻ്റെ പ്രത്യേകതയാണ്, കുറച്ചാൽ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചത്തുപോകും. നല്ല വെള്ളമൊക്കെ മാറ്റി ഞാൻ നല്ല രീതിയിൽ നോക്കിയാണ്, എന്നിട്ടും നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടൊന്ന് കുറച്ച് ദിവസം നല്ലോണം നിൽക്കും, പിന്നെ ഇതാ പോകുന്നുണ്ട് കേട്ടോ. ഇതിന് ചത്ത് നോക്കിയിരിക്കും. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഇരിക്കി ചാടി പിടിക്കല ഇരിക്കടാ. ഇവരിങ്ങനെ നമ്മൾ വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞാൽ തിന്നുന്ന അവസ്ഥ. കഴിച്ചോ, ഇങ്ങനെ നമ്മൾ ശീലിപ്പിച്ചേക്കാണ്. ചാടി പിടിക്കാതെ കഴിക്കാൻ നമ്മൾ കൊടുത്തു വെച്ചാലേ കഴിക്കുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. കുറച്ച് മീൻ എന്നാൽ രാജകുമാരി കിട്ടി. രാജകുമാരി എനിക്ക് നല്ല ക്ലീൻ ചെയ്ത് തരും കേട്ടോ. നെത്തോലിയായാലും ചാളയായാലും ഒക്കെ എനിക്ക് അവർ സ്ഥിരം വാങ്ങിക്കുന്നുണ്ടേ. ഞാനിവിടെ സ്ഥിരം എല്ലാ മീനുകളും ക്ലീൻ ചെയ്ത് തരും. പിന്നെ കുറച്ച് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് കഞ്ഞി വയ്ക്കാനായിട്ട് ഒരു പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചിട്ട് തുടങ്ങണം. ഒരു പാവയ്ക്ക് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് ചെറിയ ഉപ്പേരികളൊക്കെ ആക്കിയിട്ട് കഞ്ഞിയിലെടുത്ത് ഞാൻ വീഡിയോസ് ഇട്ടു. അപ്പോൾ ഇതൊക്കെയാണ്. ഇന്ന് വേറെ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിലുള്ള ബീഫിൻ്റെ വേസ്റ്റ് വേവിക്കാൻ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് വെക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ബീഫ് വേസ്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് 50 രൂപയ്ക്ക് കുറേ കിട്ടും. അപ്പോൾ അവന് മീനിനേക്കാളും ഇഷ്ടം ബീഫാണ്. പിന്നെ ഇവർക്ക് ബീഫാണ് നല്ലത് കൊടുക്കുക. ശരീരക്കൊന്നും ഇഷ്ടപ്പെടാനാണ്. ഇത് നിങ്ങൾ കല്ലാണ് കാണണം ഗൈസ്. വേണ്ട, ഇതാണ് ഇവൻ്റെ ഇന്നത്തെ രാത്രി കലാപരിപാടിയാണിത്. ഞാൻ കത്തിക്കാൻ അവിടെ വെളിയിൽ ഒരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്. അതിനകത്തിട്ടേക്കുന്ന വേസ്റ്റ് കടിച്ച് പിന്നെ ഇവിടെ കൊണ്ടിടും. അപ്പോൾ അവനൊരു എൻ്റർടൈൻമെൻറ്റാണ്. എവിടെ പോയടാ നീ? വീണ്ടും അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുന്നു. വീണ്ടും കടിച്ചു പിന്നെയാടാ നീ. നിന്നോട് എത്ര ആദ്യം നല്ലത് പഠിക്കാത്തത്. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി. ഈ ഒരു മരം എനിക്കിങ്ങനെ തൂക്കാനായിട്ട് മാത്രം എൻ്റെ ഭർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് തൂത്തുകഴിഞ്ഞാൽ നാളെ ഇതേ കണക്ക് ചവറ്. ഇപ്പോൾ എൻ്റെ പോയിരുന്ന സമയമായിട്ട് ഭയങ്കര ചവറ്. അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ എനിക്ക് മിറ്റം തൂത്താൽ മതി. കാരണം ഇവിടെ നിന്ന് വേറെ മരങ്ങളൊന്നും വേറെ വലിയ ചവറ്. ഇപ്പോൾ ഇവിടെയും തൂക്കണം. ഇവിടെ ആദ്യമേ തൂക്കണം. തൂത്തിട്ട് വേണം ലിയോനെ കുളിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ലിയോനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലിയോ ഇങ്ങോട്ട് വയ്ക്കണം. കുളിക്കണ്ടേ? കുളിക്കണ്ടേ? കുളിക്കാം കേട്ടോ. ചെള്ളിൻ്റെ സോപ്പൊക്കെ ഇട്ട് കുളിക്കാവേ. ഓക്കെ. അങ്ങനെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഉച്ചയ്ക്ക് നല്ല രാവിലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അടുക്കള നിൽക്കുന്ന സമയത്ത് കുറച്ച് പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇഷ്ടമാണ്. ഞാൻ ഒന്നിനും ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ സ്പീക്കർ വെച്ചിട്ട് പാട്ടും കേട്ടിരിക്കും. ഞായറാഴ്ച നമ്മൾ പൊതുവേ രാവിലെ ഞാൻ സ്പീക്കർ വെച്ച് പാട്ടിട്ടേക്കും കേട്ടോ. പിന്നെ ഇവിടെ TV കാണാനൊക്കെ ഉള്ള ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബ് ആവണമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കേട്ടിരിക്കും. എനിക്ക് പാട്ട് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഞാൻ അരി കഴുകിയിട്ട് പയറൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇടുകയാണ്. കുക്കറിലിട്ടിട്ട് കഞ്ഞി വയ്ക്കാനുള്ള പുറപ്പാടിലാണ് ഗൈസ് ഞാൻ.
അപ്പം കുറച്ചായിട്ട് വെക്കാനായിട്ട് വലിയ പാടല്ലേ, ഒരാൾക്കെന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് എന്തായാലും അധികം വരും. എന്തായാലും ജസ്റ്റ് ഒന്ന് വെക്കാൻ വിചാരിച്ചു വെക്കുകയാണ്. അപ്പം ഞാൻ എന്താ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കിട്ട് എന്നിട്ട് നമ്മുടെ എന്താ ചെറുപയറാണ് കേട്ടോ, ചെറുപയറാണ് എടുത്തത്. കുക്കറിൻ്റെ അടപ്പൊക്കെ അടച്ചിട്ട് ഞാൻ അപ്പുറത്ത് കുക്കർ ഗ്യാസിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകുകയാണ്. കൊണ്ടുവച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു, പാവയ്ക്ക എടുക്കുന്നു. പാവയ്ക്ക ഉപ്പേരിക്ക് വേണ്ടി അരിഞ്ഞ് വെക്കാൻ വയ്യായിരിക്കുന്നു. അങ്ങനെ ഞാൻ പാവയ്ക്ക അരിഞ്ഞു കൊടുക്കാൻ കട്ടിംഗ് പ്ലേറ്റ് ഒന്നും എടുക്കാൻ വയ്യ കേട്ടോ, കാരണം ഒരു പാവയ്ക്ക് വേണ്ടി കട്ടിംഗ് പ്ലേറ്റ് എടുക്കാൻ വയ്യ. ജസ്റ്റ് കൈ കൊണ്ട് പെട്ടെന്ന് അരിഞ്ഞിടാന്ന് വിചാരിച്ച അരിയാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്കയുടെ അരിയെ കളഞ്ഞെടുക്കുകയാണ്. കണ്ട ഒരു പാവയ്ക്ക എടുത്തിട്ടുള്ളൂ, ഒരു പാവയ്ക്ക തന്നെ എനിക്ക് ധാരാളം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്തുള്ള അരിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, പഴുത്തൊന്നും പോരും, നല്ല പാവയ്ക്കായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്നുകൊണ്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ച് കഴുകിയിട്ട് ഞാനത് അരിയുകയാണ്. കൈ കൊണ്ട് വിരലുറ ഒഴിച്ചിട്ട് കൈ കൊണ്ട് അപ്പം അതിനകത്തുനിന്ന് എടുത്ത സാധനങ്ങൾ ഞാൻ അപ്പോഴേ കൊണ്ടങ്ങ് കളയാൻ കഴിയും. ഞാൻ അപ്പോഴപ്പോഴും സംഭവങ്ങൾ കിട്ടുന്നില്ല, അപ്പോഴപ്പോഴും വെളിയിൽ കളഞ്ഞ് അവിടെ തുടച്ചിട്ട് അങ്ങനെ ആണ് ഞാൻ എൻ്റെ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. എനിക്ക് വൃത്തിയായിട്ടിരിക്കണം എല്ലായിടത്തും, അതാണ് എൻ്റെ ഒരു പോളിസി. നോക്കട്ടോ, കൈ കൊണ്ട് ചെടപടി ചെയ്യുമ്പോൾ പാവയ്ക്ക് അരിയണം കേട്ടോ. നൈസായിരിക്കണമെന്നാണ് കാണിക്കുന്നത്, പക്ഷെ വെയിലിൻ്റെ വെട്ടം കൊണ്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെച്ചെൻ്റെ ക്യാമറ. എനിക്ക് എന്താ എൻ്റെ വിരളം കണ്ട കണ്ണു വീണുപോയി, കാരണം ഇതിപ്പോൾ എടുക്കാറില്ല. ഞാൻ ഇപ്പോൾ കട്ടിംഗ് ബോർഡ് എനിക്കൊരു ഇതായ, പണ്ട് ഞാൻ കൈ കൊണ്ടേ അരിയത്തുള്ളായിരുന്നു കേട്ടോ, ഇപ്പോൾ പിന്നെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അത് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അത് ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ, ഉള്ളിയും മുളക്, നമ്മുടെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് നമ്മുടെ സാധാരണ മീൻ കറി, തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി. നെത്തോലി മീനില്ല, അപ്പോൾ തേങ്ങ അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. നെത്തോലിക്ക് ഭയങ്കരമായിട്ടങ്ങ് അരിഞ്ഞ് മഷി പോലെ അരയേണ്ടെന്നൊക്കെ അമ്മയൊക്കെ പറയും, പക്ഷെ ഞാൻ എല്ലാത്തിനും ഒരു കണക്ക് അരച്ചങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചത് അതിൻ്റെ അരപ്പോടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മീൻ എടുക്കുന്നത് വലിയ നെത്തോലി ആയതുകൊണ്ട് തന്നെ എണ്ണം കുറവാണ് കേട്ടോ. ഞാൻ 1 കിലോ 300 സംതിങ്, ഞാനൊരു 1/2 കിലോ വാങ്ങിയുള്ളായിരുന്നു കേട്ടോ, കാരണം ഇപ്പോൾ ധ്യാനസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. നമുക്ക് ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് എങ്ങനെയായാലും കറി പോകും. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, മീൻ കറിയോട് മീൻ പൊരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് താല്പര്യം. എന്തായാലും കറി വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനത് മിക്സിയെ കഴുകി ഒഴിച്ച് വെച്ചിട്ട് മിക്സി കഴുകി വെച്ച് അവിടെയൊക്കെ ജസ്റ്റ് ആയ വെള്ളവും കാര്യങ്ങളൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നമ്മുടെ കറി അടുപ്പിലേക്ക് വയ്ക്കാനായിട്ടുള്ള പാടിയിലാണ് ഗൈസ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇളക്കുന്നുണ്ട്. എല്ലായിടവും നോക്കി പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്, അതാണ് ഞാൻ പിന്നെ ഹലോ. ഞാൻ എൻ്റെ എല്ലാ ജോലികളും ഒതുക്കി മണി കണ്ട എത്ര മണി 1:45. ലിയോനെ കുളിപ്പിച്ചു, കഞ്ഞിയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുക്കിങ് കഴിഞ്ഞ് തൂത്തു തുടച്ചു, ഇവിടെ മൊത്തത്തിൽ ക്ലീനാക്കി. എന്നിട്ട് ഞാനങ്ങ് പുറത്തോട്ടിറങ്ങി. പുറത്ത് രാവിലെ കാണിച്ചത് ചവറ മൊത്തം തൂത്തിട്ട് അവനെ നിർത്തി കുളിപ്പിച്ച് അവനെ ഉണക്കാൻ നിർത്തി. അവിടെ ഉണക്കാൻ നിർത്തി, അവൻ അവിടെ കിടക്കും. എടാ നിന്നെ ഞാൻ അവിടെ നിർത്തിയേനേടാ ഉണക്കാൻ, ഉറക്കം വരുന്ന കുളിച്ചപ്പോൾ. അവിടെ സപ്പോർട്ടേരെ തണലുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവിടെ കെട്ടി നിർത്തിയത്. ഇച്ചിരി നേരം നിന്ന് ഉണങ്ങട്ടെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ബാക്കി മൊത്തം ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് എങ്ങും കെട്ടി അവൻ്റെ കൂടെ നല്ല ഉണങ്ങിയില്ലെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ വരും, മറ്റേ പൂപ്പൽ പോലെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് കുളിപ്പിച്ചാൽ നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. അതാണ് ഞാൻ അവിടെ പുറത്ത് കെട്ടി. അപ്പോൾ അതോടെ കിടക്കണം. പിന്നെ ഞാൻ കുളിച്ചു റെഡിയായി. മേക്കപ്പ് ഒന്നുമില്ല, മഞ്ഞക്കുറിയും മഞ്ഞ ടീഷർട്ട്, നല്ല കോമ്പിനേഷൻ. കുറി ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതുള്ളൂ. ഇന്നലെ അമ്പലത്തിൽ നമ്മൾ വിളക്കായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് കുറി കെട്ടി. അപ്പോൾ നല്ല മഞ്ഞ കളർ കുറി, അങ്ങനെ ജസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ ഇനി എനിക്കുള്ള കഞ്ഞി കുടിക്കണം. ഇച്ചിരി നേരം കഞ്ഞി കുടി കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. ഭയങ്കര വീട്ടിൽ ഇറങ്ങാൻ വയ്യാട്ടോ, ഫുള്ള് വെയിൽ. അപ്പോൾ ഞാൻ എൻ്റെ കഞ്ഞി എടുത്ത് വെച്ചിട്ട് എൻ്റെ കഞ്ഞി നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരാൾക്കായിട്ട് ഉണ്ടാക്കാൻ പാടല്ലേ, കുറച്ച് വെച്ച് കഴിഞ്ഞാൽ തോനെ വരും കേട്ടോ. അപ്പോൾ തോനെ ഉണ്ട്. ഞാനതുകൊണ്ട് ആക്കി ലൂസാക്കിയില്ല, പിന്നെ വെള്ളം ഒഴിച്ചില്ല. അതാണ് ഈ ഒരു പയറും കഞ്ഞിയും കാണുമ്പോൾ എനിക്ക് എൻ്റെ കൊടുവഴിഞ്ഞൂർ സ്കൂൾ ഓർമ്മ വരും കേട്ടോ. അവിടെ കഞ്ഞിയും പയറും ഇങ്ങനെ ഇട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ചേട്ടന് ഇത് ഇഷ്ടമല്ല, ഇങ്ങനെ ഇഷ്ടമല്ല. കഞ്ഞി സെപ്പറേറ്റ്, പയർ തോരൻ സെപ്പറേറ്റ്, അങ്ങനെ വേണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടം. ജാനൂസിൻ്റെ കഞ്ഞിയെ ഇഷ്ടമല്ല, സഹി കെട്ടാ കുടിക്കുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എന്താ എൻ്റെ ഉപ്പേരി, പാവയ്ക്ക് നല്ല ഡ്രൈ ആയിട്ട് ഉപ്പേരിയാക്കി കഞ്ഞിയുണ്ട്. ഞാനപ്പം കഞ്ഞി കുടിക്കട്ടെ, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം കുറച്ച് നേരം. അപ്പോൾ ഇച്ചിരി നേരം ടി വിയൊക്കെ കട്ടുകൊണ്ട് കഞ്ഞി കുടിക്കാം. അപ്പോൾ ഇനി കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് ശിവഗിരി ഒന്ന് കറങ്ങി വീട്ടിൽ വന്ന് പോകണം.
വയലിൻ ക്ലാസ് ഉണ്ട്. വയലിൻ ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ഉണ്ണി മുകുന്ദൻ്റെ ടെറർ മൂവി കാണാൻ പോകണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഒറ്റത്തെ പോലെയൊക്കെ വീഡിയോ എടുത്ത് കവർ ചെയ്ത് വീഡിയോ ആക്കി ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ കഞ്ഞി പിടിക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പ്ലാനെല്ലാം മാറി. ഇനി ശിവഗിരി ഇപ്പോൾ സമയമില്ല, 6 മണിയായി. ഇപ്പം തന്നെ ഇവിടെ പോയിട്ട് വന്നിട്ട് ലേറ്റാക്കി ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും ഗ്ലാസ് വെച്ചേക്കണത്, ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോയിട്ട് വരാം. കണ്ടില്ലേ എവിടെ പോയടാ നീ? അങ്ങ് കടകൾ തോറും കയറി ഇറങ്ങി മുട്ടായി വാങ്ങിച്ചു നിന്നൊക്കെ നടക്കുകയാണ്. വണ്ടി കയറി പോവാ, കൊണ്ടുപോകാൻ വന്നതാണ്. ട്യൂഷൻ നാളെ പോലും തുടങ്ങണം. നീ മുട്ടായി കാണാൻ പോണം? ഇവിടെ വന്ന് നിൽക്കണ ഇതിനാണ് സുധമ്മമ്മരെ കടയിൽ പോയി മുട്ടായിക്ക്. അങ്ങനെ നമ്മൾ സിനിമ കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇസ്താംബുളിലെ ഷവർമ എന്നുള്ള അമ്മ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കിഷ്ടമല്ല. എന്തായാലും 2 വാങ്ങി ഞാൻ കഴിച്ചിട്ട് കുറച്ച് ബാക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടാ. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര കൂവലും വിളിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേരെ അത്രയും കൂക്കും വിളിയും ബഹളവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീറ്റ് പറയാൻ പറ്റത്ത കേട്ടോ. അത്രയും കൊലപാതകവും രക്തക്കളവും ഇത് അല്പം കൂടിപ്പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കുട്ടികളെ കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ സീനിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. അതൊന്നും ഒരു ദഹിക്കുന്ന രീതിയിലുള്ള സീനുകളല്ല.